എല്ലാവർക്കും നമസ്കാരം. ഇസ്രായേലും US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനും അതിന്റെ കാരണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഫെബ്രുവരി 28, 2026 ഇസ്രായേലും US-ഉം കോർഡിനേറ്റ് ചെയ്തിട്ട് ഇറാന്റെ മേലെ ഒരു മിലിറ്ററി സ്ട്രൈക്ക് നടത്താണ്. ഓപ്പറേഷൻ എപ്പിഫ്യൂരി എന്ന പേരിൽ. ഇസ്രായേലും US-ഉം മെയിൻ ആയിട്ട് ഇറാന്റെ മിലിറ്ററി ബേസസും മിലിറ്ററി അസറ്റും ഇറാന്റെ ടോപ്പ് ലീഡേഴ്സിനെയാണ് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തത്. ദറ്റ് ഈസ് ആ ഓപ്പറേഷൻ എപ്പിഫ്യൂരി വഴി ഇറാന്റെ സുപ്രീം ലീഡറായ അയത്തുള്ള അലി ഖമേനിയെ വധിച്ചു. ഇറാൻ ഇതിനെതിരായിട്ട് തിരിച്ചടിച്ചു. ദറ്റ് ഈസ് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയ ദറ്റ് ഈസ് ഗൾഫ് കൺട്രീസ് ആയ UAE, ഖത്തർ, സൗദി, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലത്തെ അമേരിക്കൻ മിലിറ്ററി ബേസസ്, ഇസ്രായേൽ മിലിറ്ററി ബേസസ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നിടങ്ങളിലൊക്കെ ഇറാൻ മിലിറ്ററി സ്ട്രൈക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് തിരിച്ചടിച്ചു. ഇനി എന്താണ് ഈ ഒരു സ്ട്രൈക്കിന്റെ റീസൺസ്? എന്തിനാണ് US-ഉം ഇസ്രായേലും ഇറാനെ സ്ട്രൈക്ക് ചെയ്തതിന്റെ റീസൺസ് എന്താണെന്ന് നോക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം പെർമനന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇറാന്റെ പ്രോസി ഗ്രൂപ്പ്സ് ആയ ദറ്റ് ഈസ് ലെബനൻ, ടർക്കി, യമൻ, സിറിയ എന്നീ രാജ്യങ്ങളിൽ ഇറാന്റെ പ്രോസി ഗ്രൂപ്പ്സിന് ഇസബല ഹൂത്തി അതുപോലെയുള്ള പ്രോസി ഗ്രൂപ്പ്സിനെ പൊളിക്കുക, തകർക്കുക. അതാണ് US-ന്റെ റീസൺ. US എന്തിനാണ് കോർഡിനേറ്റ് ചെയ്ത് സ്ട്രൈക്ക് ചെയ്തതെന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഇറാനിൽ ഒരു റീജിയണൽ ഡൊമിനൻസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇറാനിലെ റെജിം ചേഞ്ച് കൊണ്ടുവരാം. അതാണ് ഒരു റീസൺ ആയിട്ട് US പറഞ്ഞത്. ദറ്റ് ഈസ് എക്കണോമിക് റീസൺ നോക്കാന്ന് വെച്ചാൽ ദറ്റ് ഈസ് ഇൻഡോ പസഫിക് റീജിയനിൽ മാരിടൈം എനർജി ഫ്ലോ സെക്യൂർ ആക്കാം. അതുപോലെ തന്നെ ഗ്ലോബൽ ഓയിൽ പ്രൈസ് മാനേജ് ചെയ്യുക, പിന്നെ എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യിപ്പിക്കുക, പിന്നെ I2U2 ഇതൊക്കെയാണ് എക്കണോമിക് ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഉള്ള റീസൺസ്. ന്യൂക്ലിയർ കൺസേൺസ് നോക്കാന്ന് വെച്ചാൽ ഇറാന്റെ ന്യൂക്ലിയർ ആൻഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം എന്താണ് ഇറിവേഴ്സിബിൾ ത്രഷോൾഡിലേക്ക് എത്തി. അതുപോലെ തന്നെ ഇറാൻ ജോയിന്റ് കോംപ്രഹെൻസീവ് ആക്ഷൻ പ്ലാൻ ലംഘിച്ചു. അതിലൂടെ യുറാനിയം എൻറിച്ച്മെന്റ് കൂട്ടി. ദറ്റ് ഈസ് ന്യൂക്ലിയർ പ്രോഗ്രാമിന് വേണ്ടിയുള്ള യുറാനിയം എൻറിച്ച്മെന്റ് എന്താണ് ഇറാൻ അതിലൂടെ കൂട്ടി. ദറ്റ് ഈസ് വേറൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇറാൻ എന്താണ് പ്രോസി ഗ്രൂപ്പുകളിൽ ട്രെയിൻ ചെയ്യുക, ആം ചെയ്യുക, ഫണ്ട് ചെയ്യുക. അതൊക്കെ ദറ്റ് ഈസ് നമ്മൾ പലസ്തീൻ ഇസ്രായേൽ വിഷയം നോക്കുമ്പോൾ ഹമാസിന് ഇറാൻ ഫണ്ട് ചെയ്യുന്നുണ്ട്, ആംസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹിസ്ബുള്ള എന്നീ പ്രോസി ഗ്രൂപ്പ്സുകളെ ആക്റ്റീവായിട്ട് ഫണ്ട് ചെയ്യും. അതാണ് വേറൊരു റീസൺ എന്ന് പറയുന്നത്. ക്രൈസിസ് ലോകത്തുള്ള എല്ലാ ലോക രാജ്യങ്ങളിലും ഒരുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ അതിന്റെ എഫക്റ്റുകൾ എന്ന് നോക്കുക. വെസ്റ്റ് ഏഷ്യയിലത്തെ യുദ്ധം കാരണം, മിഡിൽ ഈസ്റ്റിലത്തെ യുദ്ധം കാരണം എന്താണ് നമ്മുടെ പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ ഷോർട്ടേജ് വന്നു. ഇൻഫ്ലേഷൻ സംഭവിക്കുമ്പോൾ ദാറ്റ് ഈസ് പർച്ചേസിങ് പവർ കുറയാണ്. ഇൻഫ്ലേഷൻ സാധനങ്ങൾക്ക് വില കൂടി. അതുപോലെ ഫെർട്ടിലൈസേഴ്സിന് ഷോർട്ടേജ് സംഭവിച്ചു. ഫെർട്ടിലൈസേഴ്സിന് ഷോർട്ടേജ് സംഭവിച്ചപ്പോൾ ദാറ്റ് ഈസ് ഫുഡ് ഇൻസെക്യൂരിറ്റി വന്നു. പിന്നെ യുദ്ധങ്ങളിലൂടെ ഹാംഫുൾ ടോക്സിക്സ് ഒക്കെ എൻവയോൺമെന്റിലേക്ക് പുറന്തള്ളി. എൻവയോൺമെന്റൽ ഡാമേജ്, വാട്ടർ ഷോർട്ടേജ്, അതുപോലെ സോയിൽ ഡിഗ്രഡേഷൻ. ഈ ഒരു യുദ്ധം കാരണം 14 കൺട്രീസിലുള്ള 8.8 മില്യൺ പീപ്പിളിനെയാണ് പ്രോവർട്ടിയിലേക്ക് തള്ളി ഇട്ടത് ഈ യുദ്ധത്തിൽ. അവർക്കിടയിൽ എന്താണ് ഇൻകം ഷോക്ക് വന്നു. കുറെ പേരെ എന്താണ് ലേ ഓഫ് ചെയ്തു, ദാറ്റ് ഈസ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്നിങ്ങനെയൊക്കെ ഈ യുദ്ധത്തിലൂടെ സംഭവിച്ചു. സ്റ്റാക്ക് ഫ്ലാഷ് സംഭവിച്ചു, സപ്ലൈ ചെയിനെ ബാധിച്ചു. ദാറ്റ് ഈസ് ഹീലിയം സപ്ലൈ ചെയിനെ ബാധിച്ചു. ദാറ്റ് ഈസ് ഫുഡ് ഇൻസെക്യൂരിറ്റി, ഫെർട്ടിലൈസേഴ്സ്, ദാറ്റ് ഈസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് അതിനൊക്കെ കൂടുതലായിട്ടും ബാധിച്ചു. ഫോറിൻ റിസർവ്, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നോക്കാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് റുപ്പി വാല്യൂ കുറഞ്ഞു. ഫോറിൻ റിസർവ് ക്രൈസിസ് വന്നു. ദാറ്റ് ഈസ് ഗോൾഡിന്റെ വില കൂടി, ഫെർട്ടിലൈസേഴ്സ് വില കൂടി. ദാറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വൈഡൻ ചെയ്തു. അതൊക്കെയാണ് മെയിനായിട്ട് ഇന്ത്യനെ ബാധിച്ച കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് നോക്കാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് യുദ്ധം വേഗം തീരട്ടെ, എന്നാലാണ് ജനങ്ങൾ ഈ ഒരു ഇതിൽ നിന്ന്, ലോകരാജ്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ യുദ്ധത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.